അഡ്വാൻസ് മാത്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുമെന്നാണ് പല ഉദ്യോഗാർത്ഥികളും പറയുന്നത്. നിങ്ങൾ പലരും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് 5 സെക്കൻഡോട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നതായിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊന്നും സമയം കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 10 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കണ്ടെത്താം. ഓപ്ഷൻ എലിമിനേഷൻ ബൈ. ഒരു പെന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്തും. അഡ്വാൻസ് മാത്സ് ഏതും ആയിക്കോട്ടെ, ട്രിഗ്നോമെട്രി, ജോമെട്രി, ഓൾജിബ്ര ഏതും ആയിക്കോട്ടെ, ഇതുപോലെ ഓപ്ഷൻ ആൻസർ കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതുപോലത്തെ ട്രിക്സുകളാണ് മക്കളെ നിങ്ങൾ ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത്. ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ പഠിക്കുന്നത് എന്താണ്. നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ പഠിക്കാത്ത ട്രിക്സുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനിയുള്ള 4 മാസം നിങ്ങൾ 4 മണിക്കൂർ വെച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ബാച്ച് ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്താ എക്സാം ക്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഹായ്, എല്ലാവർക്കും റോബസിലേക്ക് സ്വാഗതം. നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് എല്ലാം അടുത്ത് വരികയാണ് അല്ലേ. അപ്പോൾ അഡ്വാൻസ് മാത്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുമെന്നാണ് പല ഉദ്യോഗാർത്ഥികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ചാപ്റ്ററൊക്കെ എന്താണ് സ്കിപ്പ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്, പഠിക്കുന്നില്ല. കാരണം അത് ചെയ്യണമെങ്കിൽ 2-3 മിനിറ്റ് ടൈം എടുക്കുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് വെറും 10 സെക്കൻഡിനുള്ളിൽ, അത് 5 സെക്കൻഡ് എടുക്കത്തുള്ളൂ ആൻസർ കണ്ടെത്താൻ. ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പറായ രീതിയിൽ എങ്ങനെ പഠിക്കണമെന്നാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ പലരും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് 5 സെക്കൻഡോട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ RRB NTPC കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണോ ഇന്നിവിടെ എടുത്തേക്കുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഞാൻ ആദ്യം പറയാം, ഈ 3D ഷേപ്സ് അല്ലെ, മെൻഷുറേഷനിലെ ക്വസ്റ്റ്യൻസ് പോലെ അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് വോളിയം അല്ലെ, ലാറ്റർ സർഫസ് ഏരിയ കണ്ടുപിടിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് കാണാം, സിലിണ്ടർ, കോൺ അല്ലെ, സ്പിയർ, ഹെമിസ്പിയർ ഒക്കെ എന്തായിരിക്കും കുറെ ഇക്വേഷൻസ്, വോളിയത്തിന്റെ ഇക്വേഷൻസ് ഉണ്ട്, എന്താ ലാറ്റർ സർഫസ് ഏരിയ ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലത്തിന്റെ ആൻസർ എടുത്താൽ. അപ്പൊ ഒരുപാട് ടൈമാണ് കുട്ടികൾ എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക. ദി ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് എത്ര 21 സെന്റിമീറ്റർ ഈസ്. കഴിഞ്ഞ NTPC 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയല്ല, പോയിന്റ് ഡെസിമൽ വാല്യൂസ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കുമെന്ന് നിങ്ങൾ ഒന്ന് അയച്ചു നോക്കുക അല്ലെ. ഡെസിമൽ വാല്യൂസ് വരുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് ഇത് എങ്ങനെ നമുക്ക് കൺവെൻഷണൽ വേരി ചെയ്യാന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞാൽ ദി ഏരിയ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ, അതായത് ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ, ആ സ്ക്വയറിന്റെ സൈഡ് എത്ര 21 സെന്റിമീറ്റർ ഉള്ള സ്ക്വയറിന്റെ ഉള്ളിൽ ഉള്ള വലിയ സർക്കിൾ എത്രയാണെന്ന് വെച്ചേക്കണം, അതിന്റെ ഏരിയ എത്രയാണെന്ന് വെച്ചേക്കണം. ഓക്കെ, അതായത് ഇതൊരു സ്ക്വയർ ആണ്, അതിന്റെ സൈഡ് എത്ര 21 ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഈ സർക്കിൾ, ഏറ്റവും വലിയ സർക്കിളിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഐഡിയ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ഡയമീറ്റർ ബിഗ്ഗസ്റ്റ് സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ സ്ക്വയർ എന്തായിരിക്കും, ഈ സൈഡ് ഓഫ് ദി സ്ക്വയർ അല്ലെ. ഇത് ഡയമീറ്റർ നോക്കി, അതായത് ഉണ്ടോ, ഇതാണ് ഡയമീറ്റർ എന്ന്, ഇതായിരിക്കും തോന്നുന്നത് സൈഡ് ആയിരിക്കും അല്ലെ, സ്ക്വയറിന്റെ സൈഡാ വരുന്നത്. അപ്പൊ അങ്ങനെ എന്ത് വരും, ഡയമീറ്റർ 21 ആണ്, 21 വരും അല്ലെ. അപ്പൊ ഡയമീറ്റർ, അപ്പൊ റേഡിയസ് എത്ര, ഡയമീറ്റർ ബൈ 2 എന്ന് പറയും, 21/2 എന്ന് നമുക്ക് റേഡിയസ് കിട്ടും. ഇനി നമുക്കറിയാം എന്താണ് ഏത് നമ്മുടെ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ, നമുക്ക് πr² ആണ് ഇക്വേഷൻ വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണേ, πr² എടുക്കുമ്പോൾ 22/7, പൈയുടെ വാല്യൂ എത്ര, പിന്നെ 21/2 എന്ന് നമുക്ക് കിട്ടി 6 കിട്ടി. r² ആകുമ്പോൾ 2 പ്രാവശ്യം 21/2. ഇത് കാൽക്കുലേറ്റ് ചെയ്യണേ. ഇവിടെയാണ് കുട്ടികളുടെ ടൈം പോകുന്നത്. കാരണം എന്താണ്, ഇതെല്ലാം എന്താണ് ഡെസിമൽ വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുക ഇതിന്റെ ആൻസർ കണ്ടെത്താൻ. അപ്പൊ ലാസ്റ്റ് ആൻസർ എത്ര കിട്ടും, 346.5 കിട്ടും അല്ലെ. അപ്പൊ ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾക്ക് എന്താണ് ഒരു 1.5 മിനിറ്റ് കൂടി ടൈം തരിക ഈ പ്രോബ്ലത്തിൽ ചെയ്യാൻ എടുക്കും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ അതിന് മുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താണ് ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചിരിക്കണം. ഏതിന്റെ 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചിരിക്കണം അല്ലെ. എങ്ങനെയാണ് ഒരു നമ്പറിൽ 11 വെച്ച് മൾട്ടിപ്ലൈ എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഒരു നമ്പർ എടുക്കണേ 2948. ഈ നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്, അത് ബേസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓഡ് പ്ലേസിലെ ഡിജിറ്റ്സിന്റെ സം എടുക്കുക. അതായത് 8+9 എത്ര വരുന്നത് അല്ലെ, 17 വരും. 8+9. പിന്നെ എന്താ ഈവൻ പ്ലേസിലെ ഡിജിറ്റ്സിന്റെ സം 4+2 എത്ര 6. അത് 17 6 കുറക്കുക. 17 6 കുറക്കുമ്പോൾ എത്ര കിട്ടും, 11 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 11ന്റെ ഡിവിഷൻ മനസ്സിലാക്കാൻ ഓഡ് പ്ലേസിലെ ഡിജിറ്റ്സിന്റെ സമ്മും ഈവൻ പ്ലേസിലെ ഡിജിറ്റ് സമ്മും ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ എത്രയാ, അത് 0 അല്ലെങ്കിൽ എത്രയാ 11 ഒക്കെ എന്തായിരിക്കും, അത് 11ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. ഇവിടെ നമുക്ക് 17 - 6 എടുത്തപ്പോൾ എത്ര 11 കിട്ടി. ചിലപ്പോൾ എന്താണ് ഈ നമ്പർ എന്താണ് 11ന്റെ ഒരു മൾട്ടിപ്ലൈ ആയി ഈ നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നമ്പർ നോക്കിയേ. ഇവിടെ നോക്കിയേ 0+ എത്രയാ 5 എടുത്തു. അപ്പൊ എത്രയാ 5. അതുപോലെ 3+2 എടുത്തു 5 അല്ലെ. അപ്പൊ 5 - 5 എത്ര 0 അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 0 - 11 വന്നാൽ എന്താണ്, അത് 11ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലെ. അപ്പൊ എന്താ ഈ നമ്പർ എന്താണ് 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത് അല്ലെ. ഞാൻ പറഞ്ഞല്ലോ പൈയുടെ വാല്യൂ നമുക്കറിയാം. പൈയുടെ വാല്യൂ എത്ര? 22/7 ആണ് പൈയുടെ വാല്യൂ അല്ലെ. അപ്പൊ 22/7 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 11/7 എന്ന് എഴുതാം അല്ലെ. 2 × 11/7 എന്നിട്ട് നോക്കിയേ, ഈ 11ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും ഈ ആൻസർ വരുന്നത്. കാരണം ഡിനോമിനേറ്ററിൽ എന്താ 7 വന്നേക്കുന്നത്, കട്ട് ചെയ്ത് പോകത്തില്ല അല്ലെ. അപ്പൊ ആൻസർ എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും പൈ വന്നു കഴിഞ്ഞാൽ അല്ലെ. പൈ വരുന്ന എവിടെയൊക്കെയാ നമുക്ക്? πr² 2πr അല്ലെ. ഇങ്ങനെ ഈ ഇക്വേഷൻസ് എല്ലാം എന്നിട്ട് പൈ ഉണ്ട്. അപ്പൊ പൈ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? എന്തായിരിക്കും? തീർച്ചയായിട്ടും 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്? പൈയുടെ വാല്യൂ 22/7 അപ്പൊ 2 × 11/7 എന്ന് ഇതാക്കും 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അത് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ എടുക്കുകയാണെ. അപ്പൊ നോക്കിയോ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് എന്താണ് ലാർജസ്റ്റ് സർക്കിൾ ഇൻസ്ക്രൈബ് ഇൻ സർക്കിൾ ആണ്. അപ്പൊ എന്താ നമുക്കറിയാം ഏരിയ എന്ത് വരും? സർക്കിളിന്റെ ഏരിയ എത്രയാ? πr² അല്ലെ. പൈ ഉണ്ട് അല്ലെ. പൈയുടെ വാല്യൂ എത്ര നമുക്ക് പറഞ്ഞാൽ 22/7 ആണ് അല്ലെ. അപ്പൊ എന്താണ് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും 11ന്റെ എന്താണ് ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ. 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കുക, 11ന്റെ മൾട്ടിപ്പിൾ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നോക്കിയേ 5 + 4 9 അല്ലെ. ഇവിടെ നോക്കിയാൽ 4 + 3 എത്ര? 7. 9 - 7 എത്രയാ? 2. therefore എന്താ ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ. ഇനി അടുത്ത് നോക്കിയേ 5 + 6 11. പിന്നെ 4 + 3 7. 11 - 7 4. therefore എന്താ ഇതും 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി അടുത്ത് നോക്കിയേ 5 + 4 9. 6 + 3 9. 9 - 9 എത്രയാ? 0. 0 വന്നാൽ നമുക്ക് എന്താ അത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. therefore ഓപ്ഷൻ സി വരാം. അടുത്ത് നോക്കിയേ 5 + 6 എത്രയാ? 11. 6 + 3 9. 11 - 9 എത്രയാണ്? 2 വരും. therefore ഓപ്ഷൻ ഡിയും വരത്തില്ല. ഒരു ഓപ്ഷൻ മാത്രമേ മക്കളെ എന്തുള്ളത് 11ന്റെ മൾട്ടിപ്പിൾ എന്നുള്ളത്. അതിതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, NTPC 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊന്നും സമയം കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 10 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താം. ഓപ്ഷൻ എലിമിനേഷൻ വഴി. ഒരു പെന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്തും. അപ്പോ ഞാൻ പറഞ്ഞല്ലോ റോംബസിലെ ഉദ്യോഗാർത്ഥികൾ അല്ലെ എപ്പോഴും എങ്ങനെ പഠിക്കുന്നത്? ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത്. അഡ്വാൻസ് മാത്സ് ഏതും ആയിക്കോട്ടെ, ട്രിഗ്നോമെട്രി, ജോമെട്രി, ഓൾജിബ്ര ഏതും ആയിക്കോട്ടെ, ഇതുപോലെ ഓപ്ഷൻ ആൻസർ കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല പഠന രീതി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എന്താണ് മാർക്കുകൾ സ്കോർ ചെയ്യുക. പലരും എന്താ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുകളയും. പലവരും എന്താണ് എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ടൈം എടുക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് മെൻസുറേഷൻ ലാ. അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾ എന്താണ് ഡിഫറെന്റ് ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഓപ്ഷൻ എന്നാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ സിലിണ്ടർ ഹാസ് എത്രയാണ്? 14 സെന്റിമീറ്റർ ഹൈറ്റ് ആൻഡ് എത്രയാണ്? 660 സെന്റിമീറ്റർ കർവ്ഡ് സർഫസ് ഏരിയ. വോളിയം ഓഫ് സിലിണ്ടർ, വോളിയം ആണ് കണ്ടുപിടിക്കേണ്ട സിലിണ്ടർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺവെൻഷണൽ വേയിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൽ പറഞ്ഞേക്കുന്നത്? H വന്നിട്ടുണ്ട് എത്രയാണ്? ഹൈറ്റ് 14 വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ കർവ്ഡ് സർഫസ് ഏരിയ വന്നിട്ടുണ്ട് എത്ര? 2πrh ആണ്. അത് എത്ര വന്നിട്ടുണ്ട്? 660 വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നിട്ടൊക്കെ നമുക്ക് ആറിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് എന്താണ് ഏകദേശം 1.5 മിനിറ്റോളം ടൈം എടുക്കും. 1-1.5 മിനിറ്റ് ടൈം എടുക്കും ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. തീർന്നില്ല, നമുക്ക് എന്താണ് വോളിയമാണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി വോളിയത്തിന് ഇട്ട് കൊടുക്കണം അല്ലെ. വോളിയത്തിന് ഇക്വേഷൻ എന്താ? സിലിണ്ടർ എന്താ? πr²h. അപ്പൊ നമുക്ക് 6 കിട്ടി, H നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടും. 2.5 മിനിറ്റ് ഏകദേശം പോകുന്നു തോന്നുന്നു അല്ലെ. 2-2.5 മിനിറ്റ് നിങ്ങളുടെ പോകും ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചു വരുമ്പോൾ അല്ലെ. ഇതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? വല്ലതും ഇല്ല അല്ലെ. ഇത് നമുക്ക് ഇത് ആൻസർ എത്രയാണ്? 2471 ആൻസർ കിട്ടും. ഓക്കെ, ഇത് നോക്കിയേ NTPC 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതാണ് ഇവിടെ നോക്കാം. നിങ്ങൾ ഇവിടെ എന്താ പറയുക? വോളിയം ഓഫ് സിലിണ്ടർ അല്ലെ. വോളിയം ഓഫ് സിലിണ്ടറിന്റെ വോളിയം എന്താ പറയുന്നത്? πr²h ആണ് സിലിണ്ടറിന്റെ വോളിയം. ഇവിടെ എന്തുണ്ട്? പൈ ഉണ്ട്. പൈ ഉണ്ടെങ്കിൽ എന്താണ്? അതൊരു 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ. എന്തായിരിക്കും? 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ നോക്കുക ഓപ്ഷനിൽ ഏതാ 11ന്റെ മൾട്ടിപ്പിൾ എന്ന്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് 5 + 4 9 അല്ലെ. 2 + 2 എത്ര? 4. അപ്പൊ 9 - 4 എത്രയാണ്? 5 വരും. therefore ഓപ്ഷൻ എ വരത്തില്ല. ഇനി അടുത്ത് നോക്കിയേ 5 + എത്രയാണ്? 2 7 അല്ലെ. അപ്പൊ 7 + എത്രയാണ്? 2 എത്ര? 9. അപ്പൊ 7 - 9 എത്ര? 2 വരും. ഡിഫറൻസ് 2 വരും. 7 9 തമ്മിൽ ഡിഫറൻസ് 2 വരും. therefore ഓപ്ഷൻ ബിയും വരത്തില്ല. അടുത്തത് 5 + 4 എത്ര? 9 വരും. 7 + 2 എത്ര? 9. 9 - 9 എത്രയാണ്? 0 വരും. therefore ഓപ്ഷൻ സി വരാം അല്ലെ. 0 വന്നാൽ എന്താ? 11ന്റെ മൾട്ടിപ്പിൾ ആകാം. ഇനി അടുത്ത് നോക്കിയേ 5 + 2 എത്രയാണ്? 7 വരും അല്ലെ. അതുപോലെ 2 + 2 എത്ര? 4 വരും. 7 - 4 എത്രയാണ്? 3 വരും. therefore ഓപ്ഷൻ എന്ത് വരത്തില്ല? ഡിയും വരത്തില്ല.
ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ എന്തുണ്ടുള്ളൂ 11ന്റെ മൾട്ടിപ്പിൾ അതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ 2475. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻസ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത് വെറും 2-2.5-3 മിനിറ്റ് ഒക്കെ എടുത്ത് സമയം കണ്ടുകളയാം. ഇങ്ങനെ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ മക്കളെ 4 മാസം പഠിച്ചാൽ മതി, നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ഓക്കെ, NTPC എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ട്രിക്സ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ബുക്ക് നോക്കി പഠിക്കുകയോ മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എന്തായാലും കൺവെൻഷണൽ വേയിൽ എന്താണ് ഇക്വേഷൻ ഇട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ടൈം ഇല്ല നമുക്ക് കളയാൻ വേണ്ടി. അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കാൻ നമുക്കില്ല. ഈ വർഷം തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാ, നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് കൂടുതലായിട്ട് പഠിക്കുക കേട്ടോ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ഒരു ജോലി ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇപ്പൊ പല ഉദ്യോഗാർത്ഥികളും വിചാരിക്കണ്ടാവേ 2 ഓപ്ഷൻസ് ഒക്കെ 11ന്റെ മൾട്ടിപ്പിൾ വന്നാൽ എങ്ങനെ ചെയ്യുന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചിന്തിക്കണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം എന്താണ് NTPC 2025 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കേട്ടോ. ഇത് എന്താണ്, ദി സർക്കംഫറൻസ് ഓഫ് എ സോളിഡ് കോൺ ഓഫ് ഹൈറ്റ് എത്രയാണ് 16 സെന്റിമീറ്റർ, ഈസ് എത്രയാണ് 33 സെന്റിമീറ്റർ. ദി വോളിയം ഓഫ് ദി കോൺ ഈസ് ഹൗ മച്ച്. വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോണിന്റെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കൺവെൻഷണൽ വേയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. കൺവെൻഷണൽ വേയിൽ നമുക്ക് എന്തായിരിക്കും ആദ്യം തന്നേക്കുന്നത്, എന്താ നമുക്ക് വന്നേക്കണം സർക്കംഫറൻസ്. അപ്പൊ എത്രയാ 2πr വന്നേക്കണം അല്ലെ. അത് എത്ര വന്നേക്കണത് നമുക്ക് 33 വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് r-ന്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. r-ന്റെ വാല്യൂ. അപ്പൊ r-ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, കോണിന്റെ വോള്യത്തിന് ഇട്ട് കൊടുക്കണം. അപ്പൊ r എത്ര നമുക്ക് 21/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കോണിന്റെ വോള്യത്തിന് ഇക്വേഷൻ 1/3 എത്രയാ πr² ആണ്. അപ്പൊ അതിൽ 6 വെച്ചു ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ എത്ര 462 നമുക്ക് കിട്ടുന്ന ആൻസർ കിട്ടണം. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ എത്ര സമയം എടുക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എത്ര ടൈമാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതിൽ ഇട്ട് കൊടുത്ത് r-ന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഓക്കെ, ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് സെയിം ക്വസ്റ്റ്യൻ എടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് വോളിയം അല്ലെ. വോളിയം എത്ര, കോണിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ കോണത്തെ പൈ ഉണ്ട് അവിടെ അല്ലെ. പൈ ഉണ്ടപ്പോ നമുക്ക് എന്താണ് അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും വരുന്നത് അല്ലെ. സർക്കംഫറൻസ് വന്നിട്ടുണ്ട്, അതിനെന്താണ് 1/3 πr² വെച്ചാണ്. അപ്പൊ എന്താണ് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ നോക്കുക എത്രയാണ് 8 + 0 എത്രയാണ് 8, 2 + 1 3, 8 - 3 എത്രയാണ് 5 വരും. therefore ഇത് എത്രയാണ് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 6 + 6 12, 12 - 1 എത്രയാണ് 11. therefore ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 + 4 6 -6, 6 - 6 എത്ര 0. therefore ഇതും 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നോക്കിയേ 2 ഓപ്ഷൻ 11ന്റെ മൾട്ടിപ്പിൾ വന്നേ. അടുത്ത് നോക്കാം 8 + 8 16, 16 - 2 എത്രയാണ് 14. ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എന്താണ് 11ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തും ആൻസർ? അടുത്ത ചോദ്യമാണ്. 2 ഓപ്ഷൻ 11ന്റെ മൾട്ടിപ്പിൾ ഒന്നുമല്ലോ, അപ്പോൾ എങ്ങനെ കണ്ടെത്താം? ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ റോംബസിൽ കുട്ടികൾ എന്ത് ചെയ്യുക, പെന്ന് യൂസ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയും. കാരണം നോക്കാം 2πr 2πr എത്രയാണ് 33 വന്നേക്കണം അല്ലെ. ഈ 33 എത്രയാ 33 എത്രയാ ഒരു 3 × 11 എന്ന് പറയും. ഇതെന്താ 3ന്റെ ഒരു മൾട്ടിപ്പിളാ അല്ലെ. ഇവിടെ 2 ഉണ്ട് അല്ലെ. പൈയുടെ വാല്യൂ എത്രയാണ് നമുക്കറിയാം 22/7 ആണെന്നറിയാം. ഇൻറ്റു 6 വരും. ഇസിക്കൽ ടു എത്രയാണ് 33 വരും. അതായത് 3 × എത്രയാണ് 11. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഇതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം എന്താ, അത് ഈക്വൽ ആ. 2 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 22 3ന്റെ മൾട്ടിപ്പിൾ അല്ല. therefore 6 ഉറപ്പായിട്ടും എന്തായിരിക്കും 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മുടെ 6 എന്തായിരിക്കും 6 ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും റേഡിയസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. 6 എന്താ 3ന്റെ മൾട്ടിപ്പിൾ. 6 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നോക്കുക, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ എന്തുണ്ട് r² ഉണ്ട്, ഇവിടെ r² ഉണ്ട്. 6 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ 3ന്റെ ഒരു 3 കട്ടായി പോകും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ എന്തായിരിക്കും ഒരു 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ എന്തായിരിക്കും 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ എന്തുണ്ട് r² വന്നു അല്ലെ. r² വരുമ്പോൾ എന്തായിരിക്കും ഇത് 3 × 3 എന്ന് വരും അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3ന്റെ ഏത് മൾട്ടിപ്പിൾ ആയിക്കോട്ടെ. അപ്പൊ എന്താണ് ഈ 3 ഇതും കൂടി കട്ടായി പോകും അല്ലെ. അപ്പോൾ ഒരു 3 കൂടി ഇപ്പൊ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് തീർച്ചയായിട്ടും എന്തായിരിക്കും നമ്മുടെ ആൻസർ ഒരു 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. 2 ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷനിൽ ഏതാണ് 3ന്റെ മൾട്ടിപ്പിൾ എന്ന് നോക്കുക. 3ന്റെ മൾട്ടിപ്പിൾ നമ്മൾ നോക്കുന്നത് എന്താണ് സം ഓഫ് ഡിസ് നോക്കും അല്ലെ. ഇവിടെ നോക്കിയാൽ 6 + 1 + 6 എത്രയാ 13 എന്ന് കിട്ടും. 13 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. therefore ഓപ്ഷൻ ബി വരത്തില്ല. ഇത് നോക്കി, ഇവിടെ നോക്കിയേ 2 + 6 + 4 എത്രയാണ് 12 എന്ന് പറയും. 12 എന്താ 3ന്റെ മൾട്ടിപ്പിൾ. therefore ഓപ്ഷൻ സി വരാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ആദ്യം എന്താണ് 11ന്റെ മൾട്ടിപ്പിൾ നോക്കി, രണ്ടാമത് എന്താണ് 3ന്റെ മൾട്ടിപ്പിൾ നോക്കി. അപ്പൊ 11ന്റെ 3ന്റെ മൾട്ടിപ്പിൾ വരുന്നത് ഓപ്ഷൻ സി മാത്രമേ വരുന്നത്. സി ആണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. റോംബസിലെ ഉദ്യോഗാർത്ഥികൾ ഇതുപോലെ
ഓപ്ഷനിൽ നിന്നായിരിക്കും ആൻസറുകൾ കണ്ടെത്തണം. എത്ര വലിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എന്തായിരിക്കും ഇതുപോലെ ഞാൻ നിങ്ങളെ ഓരോ ക്ലാസ്സുകൾ എടുക്കുന്ന അഡ്വാൻസ്ഡ് മാത്സ് ആയിക്കോട്ടെ അരിത്തമെറ്റിക് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എക്സാം ഓറിയന്റഡ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ 4 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്തായിരിക്കും എക്സാം ക്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാച്ച് എന്താ എക്സാം ഓറിയന്റഡ് കണ്ടന്റുകൾ മാത്രമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ട്രിക്സുകളാണ് മക്കളെ നിങ്ങൾ ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത്. ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ പഠിക്കുന്നത് എന്താണ്. നിങ്ങൾക്ക് ഒരിടത്തും നിങ്ങൾ പഠിക്കാത്ത ട്രിക്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേറെ ഒരു യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ വേറെ സോഴ്സിലും കിട്ടാത്ത ക്ലാസ്സുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക നിങ്ങൾ. ഓക്കെ, ഇനി എടുത്ത് നോക്കുക നിങ്ങളുടെ കാൽക്കുലേഷൻ ട്രിക്സ്. ഞാൻ പറഞ്ഞല്ലോ കൂട്ടിയും കുറച്ച് സമയം കളയാൻ പാടില്ല ഗുണിച്ച, കാരണം അത് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രിക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ജയിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അടുത്ത് ഫാക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഫാക്ടിവിറ്റീസ് നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്നത്. കൂടാതെ ഹൈ ക്വാളിറ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ വേറെ സോഴ്സ് തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നോട്ടുകൾ മാത്രം പഠിച്ചാൽ മതി. PYQ സോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന നോട്ടുകളാണ് നമ്മൾ തരുന്നത്. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത മോക്ക് ടെസ്റ്റ്. എത്ര പഠിച്ചു എന്നല്ല, പരീക്ഷകൾ എഴുതിയാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ സ്പീഡ് കൂടുകയുള്ളൂ, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലെവൽ ടെസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും ഉദ്യോഗാർത്ഥികൾ എപ്പോഴും നമ്മൾ ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കും. കാരണം എന്താ, ഒരു ഉദ്യോഗാർത്ഥി ചേർന്ന് കഴിഞ്ഞാൽ അവരിപ്പോൾ ബേസ് ആണോ മോഡറേറ്റ് ആണോ അത് ഹൈ ലെവലാണെന്ന് നോക്കും. ഇനി ബേസ് ലെവലിലേക്ക് ബേസ് ലെവലാണെങ്കിൽ എന്ത് ചെയ്യും, അവർ പുതിയ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് കൂടുതൽ കൊടുത്ത് എന്ത് ചെയ്യും, അവർ അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. കാരണം അഡ്വാൻസ് ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് റെഗുലർ അസൈൻമെന്റ്സ്. ഞാൻ നിങ്ങൾക്ക് ഡെയിലി അസൈൻമെന്റ്സ് ഉണ്ടാവും, അതെല്ലാം ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ 3-4 മണിക്കൂർ ഡെയിലി പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ. ടൈം ഇല്ലാത്തവർ ഈ ബാച്ച് ജോയിൻ ചെയ്യും, അവർക്ക് എന്താണ് മണി വേസ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാച്ച് ജോയിൻ ചെയ്യുക. 4 മണിക്കൂർ ഇനിയുള്ള 4 മാസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും. ഞാൻ പറയാം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പേഴ്സണൽ മെന്റർഷിപ്പ്. നമ്മളോ റെയിൽവേ എക്സാംസിലും പല വിദ്യാർത്ഥികളും ആദ്യമായിട്ട് എഴുതുന്നത് എങ്ങനെ പഠിക്കണം എന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു മെന്റർ, ഒരു ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അല്ലോ ഓരോ എക്സാമിനും എൻ്റെ പൾസ് അറിഞ്ഞ് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അല്ല വാരി വലിച്ച് പഠിക്കാൻ പോയി എന്താ എക്സാം ക്രാക്ക് ചെയ്തില്ല. പല വിദ്യാർത്ഥികളും എന്താണ് ഒരു ഗൈഡ് വാങ്ങിച്ച് പഠിക്കാൻ ശ്രമിക്കും. അല്ലെ, ഗൈഡിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ആയിട്ടുണ്ടാവും. അതൊക്കെ പഠിക്കാൻ പോയി നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഗൈഡ് വാങ്ങിക്കേണ്ടില്ല, എക്സാം ക്രാക്ക് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടതാണ് കൃത്യമായി ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പേഴ്സണൽ മെന്റർ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡൗട്ടുകൾ ചോദിക്കാം. അതുപോലെ നമ്മൾ സംശയങ്ങളും അതുപോലെ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഡൗട്ടിലൊക്കെ നമുക്ക് എന്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് അത് ഫോക്കസ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എക്സാംസ്. ഓക്കെ, അപ്പോൾ ഈ ബാച്ച് നമ്മുടെ എന്താണ് 2 ബാച്ച് വരുന്നത്. നവംബർ 16 ഒരു ബാച്ച് വരുന്നുണ്ട്, നവംബർ 23 ബാച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ലിമിറ്റഡ് തിരിച്ചാൽ നമ്മൾ കുറച്ച് കുട്ടികൾ മാത്രം എടുക്കുന്നുള്ളൂ 2 ബാച്ചിലേക്ക്. അവൻ 2 ബാച്ചായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യുക, താഴെ കണ്ടായിട്ട് ബന്ധപ്പെടുക. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, നമുക്ക് മാക്സിമം റീസണിങ് മാത്രമായിട്ട് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. പല ഉദ്യോഗസ്ഥരും ചോദിക്കുന്നത് മാക്സിമം റീസണിങ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാച്ചുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാൻ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കുന്ന രീതിക്കാണ് നിങ്ങൾ ഒരു എക്സാം എന്താ ജയിക്കുമോ തോക്കുമോ എന്ന് ഇതിപ്പോൾ പറയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ രീതി എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എന്താണ് നല്ലൊരു ട്രിക്സ് പഠിച്ച് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡൊക്കെ പഠിച്ച് പോയി എക്സാം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അത് ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, ഇനിയുള്ള 4 മാസം നിങ്ങൾ 4 മണിക്കൂർ വെച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ബാച്ച് ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്താ എക്സാം ക്രാക്ക് ചെയ്യുന്നതായിരിക്കും, അത് എൻ്റെ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. Download the Rhombus Learning app